അറബിക് എനബിൾഡ് ICT ഇൻ അക്കാഡമിക് റൈറ്റിംഗ് എന്ന വിഷയത്തിലെ ഫസ്റ്റ് യൂണിറ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് നിലാമുൽ തഷ്ഗീൽ വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് 20 വെയിറ്റേജിനാണ്. സാധാരണ 30 വെയിറ്റേജാണ് എല്ലാ വിഷയത്തിനും ഉണ്ടാവുക. ഈ വിഷയം 20 വെയിറ്റേജ് അടിസ്ഥാനത്തിലാണ് ക്വസ്റ്റ്യൻസ് വരിക. 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ് സെറ്റിൽ ഷോർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. രണ്ടാമത്തെ സെറ്റ് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. മൂന്നാമത്തെ സെറ്റിൽ സ്റ്റെപ്പുകൾ വിവരിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓരോ ഫംഗ്ഷൻസിനുള്ള അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനും ഇതിനൊക്കെയുള്ള സ്റ്റെപ്പുകൾ വിവരിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മൂന്നാമത്തെ സെറ്റിൽ ഉണ്ടാവുക. അപ്പം ഇത്തരത്തിൽ 3 സെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കി പോയാൽ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റായിട്ട് ചാപ്റ്ററിൽ പറയുന്നത് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ചുള്ള ഡെഫിനിഷൻസ് ആണ്. അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: യുഅറഫു നിളാമുൽ തശ്ഗീൽ അല്ലദി യുർമസു ലഹു ഇഖ്തിസാറൻ BOS ബിഅന്നഹു ഇബാറത്തുൻ അൻ ജുംലത്തിൻ മിനൽ ബർമജിയാത്ത് വഹുവ ഹൽഖത്തുൽ വസ്ലി ബൈനൽ മുസ്തഖ്ദിം വജിഹാസിൽ ഹാസൂബ്. ഒരു കമ്പ്യൂട്ടറിൻ്റെയും അതിൻ്റെ യൂസറിൻ്റെയും ഇടയിലുള്ള ഒരു കണക്റ്റിംഗ് പോയിൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഐറ്റം ഓഫ് സോഫ്റ്റ്വെയറിനാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷോർട്ടായിട്ട് OS എന്നും പറയും. ഇനി മറ്റൊരു ഡെഫിനിഷൻ, കുറച്ചും കൂടെ എലാബറേറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്: കമാ യുഅറഫു ബിഅന്നഹുൽ മുശഗ്ഗിലു റഈസി ലിജിഹാസിൻ ഹാസൂബ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ഓപ്പറേറ്ററാണ് ഈ OS എന്ന് പറയുന്നത്. വൽ മുനസ്സിഖ് ബൈന അജ്സാഇൽ ഹാസൂബ് അൽ മാദിയ വൽ ബർമജിയ. ഒരു കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ പാർട്സിൻ്റെയും ഹാർഡ്വെയർ പാർട്സിൻ്റെയും ഇടയിൽ കോർഡിനേറ്റ് ചെയ്യുന്നതും OS ആണ്. അതായത് ഈ ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്തം പരിപൂർണമായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനാണ് ഉണ്ടാവുക. حيث يعد نظام التشغيل بمثابة مترجم أو وسيلة اتصال بين المستخدم والحاسوب. ഒരു കമ്പ്യൂട്ടറിൻ്റെയും അതിൻ്റെ യൂസറിൻ്റെയും ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് മീഡിയ ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ റോളാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളത്. ഇപ്പോൾ പറഞ്ഞത് വളരെ ഷോർട്ടായിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്. ഇനി പറയാനുള്ളത് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. അപ്പോൾ ويعرف نظام التشغيل بأنه مجموعة من البرامج الأساسية التي تدير جهاز الحاسوب وتنظم جميع المهام التي يقوم بها وتسهل على المستخدم الاستفادة من المعدات والملحقات التي يتكون منها الجهاز، كما تمكنه من الاستفادة من البرامج التطبيقية المختلفة مثل برنامج معالجة النصوص أو برامج الأعمال الحسابية. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുഴുവൻ ഡ്യൂട്ടീസും ക്രമീകരിക്കുന്ന, കമ്പ്യൂട്ടറിനെ മാനേജ് ചെയ്യുന്ന ഒരു കൂട്ടം ബേസിക് പ്രോഗ്രാംസാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ യൂസറിന് കമ്പ്യൂട്ടറിലെ പ്രോഗ്രാംസും അതിലെ ആക്സസറീസും ഒക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സഹായിക്കുന്നതും അതിലുള്ള വ്യത്യസ്ത ആപ്ലിക്കേഷൻസ് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ സഹായിക്കുന്നതും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇസ്ലു ബർനാമജ് മുആലജത്തിൻ നുസൂസ്, വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാം പോലെ, ഔ ബറാമിജിൽ അമാലിൽ ഹിസാബിയ, കാൽക്കുലേറ്റിംഗ് പ്രോഗ്രാംസ് പോലെ. അപ്പം ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻസ്. ഇനി ഒരു ഡെഫിനിഷൻ കൂടി പറയുന്നുണ്ട്: ويمكن تعريف نظام التشغيل أيضا على أنه البرنامج الرئيسي لأي جهاز حاسوب. ഏതൊരു കമ്പ്യൂട്ടർ ഡിവൈസിൻ്റെയും മെയിൻ പ്രോഗ്രാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. فهو المسؤول عن تشغيل الجهاز وعمل بقية البرامج بالشكل الصحيح. കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനും അതിൻ്റെ മറ്റ് പ്രോഗ്രാംസ് ഒക്കെ വർക്ക് ചെയ്യിപ്പിക്കാനും ഉള്ള ഉത്തരവാദിത്തം നമ്മുടെ OS-നാണ് ഉണ്ടാവുക. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം വിവരിക്കുകയാണ്. فعند تشغيل الحاسوب ينسخ الجهاز ملفات نظام التشغيل من القرص الصلبي إلى الذاكرة. ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിവൈസ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഫയൽസ് എല്ലാം ഹാർഡ് ഡിസ്കിൽ നിന്ന് മെമ്മറിയിലേക്ക് കോപ്പി ചെയ്യും. حتى تتمكن وحدة المعالجة المركزية من تنفيذ أوامر الجهاز دون الحاجة إلى معرفة تفاصيل العمليات داخل الحاسوب. ഇതിലൂടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സുകളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയേണ്ട ആവശ്യമില്ലാത്ത വിധം CPU-വിന് സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ويتطلب نظام التشغيل مبرمجين على أعلى مستوى لكتابته وتطويره وصيانته. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നല്ല ഹൈ സ്റ്റാൻഡേർഡിലുള്ള പ്രോഗ്രാമേഴ്സിന് ആവശ്യമാണ്. അത് റൈറ്റ് ചെയ്യാനും അതിനെ ഡെവലപ്പ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ നല്ല ഹൈ സ്റ്റാൻഡേർഡിലുള്ള പ്രോഗ്രാമേഴ്സിന് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമേഴ്സിന് പറയുന്ന പേരാണ് ഇസ്മു മുബർമിജി നുഗമി തശ്ഗീൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോഗ്രാമേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത്. ഇനി മഹാമു നിളാമി തശ്ഗീൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നമ്മുടെ കമ്പ്യൂട്ടർ ഡിവൈസ് മാറുന്നതിനനുസരിച്ച് OS-ൻ്റെ ഡ്യൂട്ടീസും മാറും.
ഉദാഹരണത്തിന് നമ്മുടെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അത്ര ഡ്യൂട്ടീസ് ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിന് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഡ്യൂട്ടീസ് ഓരോന്നോരോന്നായി വിവരിക്കുകയാണ്. ഇനി ആദ്യത്തെ ഡ്യൂട്ടി തഹക്കും ഫി മസാരിൽ ബയാനാത്ത്, ഡാറ്റ ഫ്ലോ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് തഹക്കും ഫി വഹദാത്തിൽ ഇദ്ഖാലി വൽ ഇഖ്റാജ്, ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് യൂണിറ്റ്സിനെ കൺട്രോൾ ചെയ്യാം. അപ്പം നമ്മുടെ മൗസ്, കീബോർഡ് പോലെയുള്ള ഇൻപുട്ട് യൂണിറ്റ്സിൽ നിന്ന് ഡാറ്റ റിസീവ് ചെയ്തിട്ട് അത് സ്ക്രീനിൽ ഷോ ചെയ്യുന്ന പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യൽ OS ആണ്. അടുത്തത് ഇക്തിഷാഫുൽ ആത്താൽ, ബ്രേക്ക് ഡൗൺസ് ഡിറ്റക്റ്റ് ചെയ്യുക. കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കൽ OS ആണ്. അടുത്തത് തഹക്കും ഫി വഹദത്തി ദാക്കിറത്തി റഈസിയ, മെയിൻ മെമ്മറി യൂണിറ്റ്സിനെ കൺട്രോൾ ചെയ്യാം. മെയിൻ മെമ്മറി യൂണിറ്റിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ മൾട്ടി യൂസർ പർപ്പസുള്ള കമ്പ്യൂട്ടേഴ്സിൽ നമ്മുടെ മെയിൻ മെമ്മറിയിലെ ഡാറ്റാസ് മറ്റ് യൂസേഴ്സിന് എത്തിക്കാനുള്ള ഡ്യൂട്ടി OS ആണ് ചെയ്യുക. അടുത്തത് അൽ ഇത്തിസാൽ മഅൽ മുസ്തഖ്ദിം, യൂസറിനോട് എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തത് തഹ്മീലുൽ ബർമജിയാത്തി തത്ബീഖിയ, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ലോഡ് ചെയ്യുക. അതായത് വ്യത്യസ്ത സ്റ്റോറേജ് മീഡിയംസിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. ഈ ഡ്യൂട്ടി ചെയ്യുന്നതും OS ആണ്. അടുത്തത് അൽ മുഹാഫളത്തു അല സിറിയത്തി നിസാം, സിസ്റ്റത്തിൻ്റെ പ്രൈവസി കീപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് OSൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. OSൻ്റെ വർക്കിങ്ങിന് വേണ്ടി ഒരു ഫ്ലോ ചാർട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. ആദ്യത്തെ പ്രോസസ്സ് തശ്ഗീലാണ്, കമ്പ്യൂട്ടറിനെ ഓപ്പറേറ്റ് ചെയ്യുക. കമ്പ്യൂട്ടർ ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റോമിലുള്ള ഡാറ്റാസൊക്കെ റീഡ് ചെയ്യുക എന്നുള്ളതാണ് തശ്ഗീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അൽ ഫഹ്സ് എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പം കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് യൂണിറ്റ്സും ഔട്ട്പുട്ട് യൂണിറ്റ്സും എല്ലാം അതിൻ്റെ സേഫ്റ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫഹ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് തഹ്മീലുൻ നിസാം, സിസ്റ്റം ലോഡ് ചെയ്യാം. ഇൻപുട്സിൻ്റെയും ഔട്ട്പുട്സിൻ്റെയും ഒക്കെ സേഫ്റ്റി ഉറപ്പ് വരുത്തിയ ശേഷം ഹാർഡ് ഡിസ്കിലൂടെയും സോഫ്റ്റ് ഡിസ്കിലൂടെയും സിസ്റ്റം ലോഡ് ചെയ്യിക്കും. അടുത്തത് ഇസ്തിലാമുൽ അവാമിർ, ഓർഡേഴ്സ് റിസീവ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഓർഡേഴ്സൊക്കെ റിസീവ് ചെയ്യും. ശേഷം തശ്ഗീലുൻ നിസാം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. അപ്പോൾ ലോഡിംഗ് പ്രോസസ്സിൻ്റെയും ഓർഡേഴ്സ് റിസീവ് ചെയ്തതിൻ്റെയൊക്കെ ശേഷം പെട്ടെന്ന് തന്നെ യൂസർ എന്താണോ നിർദ്ദേശിച്ചത് ആ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കും. അത് ആപ്ലിക്കേഷൻസിലൂടെയാണ് നടപ്പാക്കുക. അടുത്തത് ഇന്തിഹാഉൽ അമലിയത്തി വ തക്റാറുഹ, അപ്പോൾ ഒരു ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് തന്നെ വീണ്ടും മടങ്ങി വീണ്ടും സെയിം പ്രോസസ്സുകൾ ആവർത്തിക്കും. ഇനി വ്യത്യസ്ത ടൈപ്സ് ഓഫ് OS ആണ് പറയാനുള്ളത്. അപ്പോൾ OS അതിൻ്റെ പ്രോഗ്രാംസിൻ്റെ എണ്ണം അനുസരിച്ച് 2 ടൈപ്പാണ് ഉണ്ടാവുക. ഒന്ന് മൾട്ടി ടാസ്കിങ്, അതായത് ഒരുപാട് പ്രോഗ്രാംസ് ഒരേ സമയത്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതിന് നിലാമു മുതഅദ്ദിദുൽ മഹാം എന്ന് പറയും. അടുത്തത് നിലാമു അഹാദിയിൽ മഹാം, അതായത് സിംഗിൾ ടാസ്കിങ്, ഒരു സമയത്ത് ഒരു പ്രോഗ്രാം മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇനി മുസ്തഖ്ദിമീൻ, യൂസേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമ്മുടെ OS 2 കാറ്റഗറി ആവുന്നുണ്ട്. ഒന്ന് മൾട്ടി യൂസർ, അതായത് പേര് പറയുന്ന പോലെ തന്നെ ഒരുപാട് യൂസേഴ്സിന് ഒരേ സമയം സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് സിംഗിൾ യൂസർ, നിലാമു അഹാദിയിൽ ഇസ്തിഖ്ദാം, ഒരു സമയം ഒരു യൂസറിന് മാത്രമേ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റൂ. യൂസേഴ്സും പ്രോഗ്രാംസും കൂടെ ബേസ് ചെയ്ത് ഒരു OS 4 കാറ്റഗറിയാണ് ആവുക. ഒന്ന് സിംഗിൾ യൂസർ സിംഗിൾ ടാസ്കിങ്, അത് നമ്മുടെ ഓൾഡ് കമ്പ്യൂട്ടേഴ്സിനൊക്കെ ഉണ്ടായിരുന്ന സിസ്റ്റമാണ്. MS DOS ഒക്കെ അതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. രണ്ടാമത്തത് സിംഗിൾ യൂസർ മൾട്ടി ടാസ്കിങ്, നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഡിവൈസസിനൊക്കെ ഈ സിസ്റ്റമാണ് ഉണ്ടാവുക. ഇതാണ് പോപ്പുലറായ സിസ്റ്റം. നമ്മുടെ വിൻഡോസ് മാക്കൊക്കെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്. അടുത്തത് മൾട്ടി യൂസർ സിംഗിൾ ടാസ്കിങ്, നിലാമു മുതഅദ്ദിദിൽ മുസ്തഖ്ദിമീൻ അഹാദിയിൽ മഹാം, അതായത് ഒരു സമയത്ത് ഒരുപാട് പേർക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഒറ്റ പ്രോഗ്രാമിൽ മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റൂ. ഈ സിസ്റ്റമാണ് നമ്മുടെ സർവേഴ്സിലൊക്കെ ഉണ്ടാവുക. ഇനി അടുത്തത് മൾട്ടി യൂസർ മൾട്ടി ടാസ്കിങ്, മുതഅദ്ദിദുൽ മുസ്തഖ്ദിമീൻ മുതഅദ്ദിദുൽ മഹാം, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ ഒരുപാട് യൂസേഴ്സ് വ്യത്യസ്ത ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതിലുണ്ടാവുക. അപ്പോൾ ഓരോ യൂസറിനും സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. ഇങ്ങനെ 4 വ്യത്യസ്ത കാറ്റഗറീസിലായിട്ടാണ് OS വരുന്നത്. നെക്സ്റ്റ് ഹെഡിങ് അൻലിമത്തു തശ്ഗീൽ. ഇവിടെ നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് OSകളെ പരിചയപ്പെടുകയാണ്. ആദ്യമായിട്ട് നിലാമു തശ്ഗീൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം.
ഇത് മൈക്രോസോഫ്റ്റിൻ്റെ പ്രൊഡക്റ്റാണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള OSകളിൽ പെട്ട ഒന്നാണ് വിൻഡോസ്. അതിന് കാരണം അത് യൂസ് ചെയ്യാനും പഠിക്കാനും ഒക്കെ വളരെ ഈസിയാണെന്നുള്ളതാണ്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ് വിൻഡോസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ലോഞ്ചിങ് വിൻഡോസ് 3.1 ആണ്. അവസാനത്തെ ലോഞ്ചിങ് വിൻഡോസ് 10 ഇനി ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് DOS. ഇത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിംഗിൾ ടാസ്കിംഗ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. ഫസ്റ്റ് ജനറേഷൻ OSകളിൽ പെട്ടതാണ്. 1981 നിലവിൽ വന്നത്. അത് IBMൻ്റെ പ്രൊഡക്റ്റാണ്. മൈക്രോസോഫ്റ്റ് പിന്നീട് അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് MS-DOS എന്ന പേരിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നിലാമു തഷ്ഗീലിൽ മാക്കിൻടോഷ്, നമ്മുടെ മാക് OS ആണ്. അത് ആപ്പിൾ മാക്കിൻടോഷിൻ്റെ പ്രൊഡക്റ്റാണ്. ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് യൂസ് ചെയ്ത ഫസ്റ്റ് കമ്പനിയാണ് മാക്കിൻടോഷ്. 1984 അവരത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നീട് ഇവർ OSകൾ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ടെക്സ്റ്റുകളും ഫയൽസ് എഡിറ്റിങ്സും യൂസ് ചെയ്യുന്ന ഡിവൈസുകളിൽ മുൻപന്തിയിലെത്താൻ ഇവർക്ക് സാധിച്ചു. ഇതിൻ്റെ പ്രത്യേകതകളായിട്ട് പറയാൻ പറ്റുക, ഇത് വർക്ക് ചെയ്യാൻ ഈസിയാണ്. അതുപോലെ പോപ്പുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിനോടൊക്കെ സിസ്റ്റം മാച്ചായി വരുന്നുണ്ട്. അതുപോലെ മൾട്ടി ടാസ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്തരം പ്രത്യേകതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും IBMൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിനോട് കോമ്പീറ്റ് ചെയ്യുന്ന ഡിവൈസുകളുടെ അത്ര പോപ്പുലാരിറ്റി മാക്കിന് നേടാൻ സാധിച്ചിട്ടില്ല. അടുത്തത് നിലാമു തഷ്ഗീലിൽ യൂണിക്സ് OS ആണ്. 1969 AT&T എന്ന കമ്പനിയാണ് യൂണിക്സ് കൊണ്ടുവന്നത്. പിന്നീട് അത് 1973 ഡെവലപ്പ് ചെയ്തു. സെർവേഴ്സിലാണ് ഈ സിസ്റ്റം പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് റൈറ്റ് ചെയ്യാനും ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയർസും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ വളരെ ഈസിയാണ്. 2 രീതികളിലായിട്ടാണ് ഇത് വരുന്നത്. ഒന്ന് ലീനിയർ ഇൻ്റർഫേസും മറ്റൊന്ന് ഗ്രാഫിക്കൽ ഇൻ്റർഫേസും. നമ്മുടെ ലിനക്സ് ഒക്കെ ഈ യൂണിക്സിൻ്റെ പ്രൊഡക്റ്റാണ്. ഇനി ശരിക്കട്ട് മൈക്രോസോഫ്റ്റ് കമ്പനിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഇവിടെ. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഒരു അമേരിക്കൻ ടെക്നോളജി കമ്പനിയാണ്. ഡെവലപ്പിംഗ്, മാനുഫാക്ചറിങ്, ലൈസൻസ് പ്രൊവൈഡിങ് എന്നീ മേഖലകളിലാണ് കമ്പനിയുടെ വർക്കുകൾ വരുന്നത്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടറിനും ഇലക്ട്രോണിക്സിനും വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഡിവൈസസ് നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ ഏറ്റവും ഫേമസ് പ്രൊഡക്റ്റുകളായിട്ട് വരുന്നത് ഒന്ന് മൈക്രോസോഫ്റ്റ് വിൻഡോസ് OS തന്നെയാണ്. പിന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, അതുപോലെ മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന പേരിൽ ഒരു വെബ് ബ്രൗസറും ഇവരുടെ പ്രൊഡക്റ്റാണ്. 2016 ലോകത്തെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയാവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഗേറ്റ്സ്, പോൾ അലൻ എന്നിവർ ചേർന്ന് 1975 ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. 1980കളിൽ മൈക്രോസോഫ്റ്റ് DOSൻ്റെ പ്രൊഡക്ഷനോടുകൂടി മാർക്കറ്റിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇവർക്ക് സാധിച്ചു. ലിങ്ക്ഡ്ഇൻ, സ്കൈപ്പ് പോലത്തെ കമ്പനികളെ കവച്ചു വെക്കാനും ഇവർക്ക് കഴിഞ്ഞു. നിലവിൽ ഇവരുടെ ഏറ്റവും മുൻപന്തിയിലുള്ള പ്രൊഡക്റ്റുകളിൽ ഒന്നാണ് വിൻഡോസ് 10. ഇനി വിൻഡോസ് 10 കുറിച്ചാണ് പറയാനുള്ളത്. വിൻഡോസ് 8 ശേഷം വിൻഡോസ് NT എന്ന ഫാമിലിയിലൂടെ മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്ന ഏറ്റവും ലേറ്റസ്റ്റ് OS വെർഷനാണ് വിൻഡോസ് 10. 2015 ജൂലൈ 15 ഇത് ലോഞ്ച് ചെയ്യുന്നത്. വിൻഡോസ് 8 ശേഷം വിൻഡോസ് 10 എന്ന് പേരിടാനുള്ള കാരണം തന്നെ വിൻഡോസ് 10 ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് ആണ്. അതായത് വിൻഡോസ് 8 ഒരുപാട് പരാജയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് വിൻഡോസ് 10 അവർ കൊണ്ടുവരുമ്പോൾ ആ വിൻഡോസ് 8 എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊണ്ടാണ് കൊണ്ടുവന്നത്. വിൻഡോസ് 10 സിസ്റ്റം സോഫ്റ്റ്വെയർ ഡൗൺലോഡിങ്ങിന് വേണ്ടി ടെക്നെറ്റിലും MSDNലും അവൈലബിൾ ആണ്. അതുപോലെ ഓൾഡ് വെർഷൻസിൽ നിന്ന്, അതായത് വിൻഡോസ് 8 നിന്ന് വിൻഡോസ് 10 അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വിൻഡോസ് സ്റ്റോറിലും അവൈലബിൾ ആണ്. കണ്ടിന്യൂസ് ആയിട്ട് പുതിയ എഡിഷൻസ് വരുന്നത് കൊണ്ട് തന്നെ യൂസേഴ്സിന് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ വിൻഡോസ് ഇൻസൈഡറിലൂടെ വിൻഡോസ് 10 പുതിയ ടെസ്റ്റ് എഡിഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഗ്ലോബൽ ആപ്ലിക്കേഷൻസ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് വിൻഡോസ് 10 ഏറ്റവും വലിയൊരു പ്രത്യേകത. വിൻഡോസ് 8 ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മൈക്രോസോഫ്റ്റ് കമ്പനി കൊണ്ടുവന്ന മെട്രോ സ്റ്റൈല് എക്സ്പാൻഡ് ചെയ്തതിലൂടെയാണ് ഇവർക്ക് ഇതിന് സാധിച്ചത്. ഈ മെട്രോ സ്റ്റൈല് മൈക്രോസോഫ്റ്റിൻ്റെ പല പ്രൊഡക്റ്റുകളിലും പല ഡിവൈസുകളിലുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും സ്മാർട്ട് ഫോൺസിലുമൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. വിൻഡോസ് 10 ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ടച്ച് സ്ക്രീനും മൗസ് സ്ക്രീനും തമ്മിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് യൂസർ ഇൻ്റർഫേസ് മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് 2-in-1 PC-യിലൊക്കെ. അപ്പോൾ 2 ഇൻ്റർഫേസിലും നമ്മുടെ സ്റ്റാർട്ട് മെനു ഉണ്ടാകും. വിൻഡോസ് 7 ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എലമെൻസൊക്കെ അടങ്ങുന്ന ഒരു പുതിയ സ്റ്റാർട്ട് മെനു ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ വിൻഡോസ് 8 സമയത്ത് കുറച്ച് ടൈൽസിൻ്റെ രൂപത്തിലുള്ള ഒരു സ്റ്റാർട്ട് മെനു ആണ് കൊണ്ടുവന്നത്. എന്നാൽ വിൻഡോസ് 10 ലോഞ്ച് ചെയ്തപ്പോൾ വിൻഡോസ് 7 ഉണ്ടായിരുന്ന
എലമെൻസും വിൻഡോസ് 8 ഉണ്ടായിരുന്ന ടൈൽസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പുതിയ സ്റ്റാർട്ട് മെനു ആണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വിൻഡോസ് 10 ലോഞ്ചിങ് സമയത്താണ് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന വെബ് ബ്രൗസർ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ വിർച്വൽ ഡെസ്ക്ടോപ്പ്, ടാസ്ക് വ്യൂ, പിന്നെ ലോഗിൻ ചെയ്യുന്ന സമയത്തുള്ള ഫിംഗർ പ്രിൻറ്റും ഫേസ് റെക്കഗ്നിഷനും ഒക്കെ കൊണ്ടുവന്നത് ഈ വിൻഡോസ് 10 ലോഞ്ചിങ് സമയത്താണ്. 3 വർഷത്തിനിടയ്ക്ക് 1 ബില്യൺ ഡിവൈസുകളിൽ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യപ്പെടണമെന്നായിരുന്നു ഇവരുടെ ലക്ഷ്യം. എന്നാൽ 5 വർഷത്തിന് ശേഷമാണ് ഇവർക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചത്. അതായത് 2020 മാർച്ചിലാണ് ഇവർ ആ ലക്ഷ്യത്തിലെത്തിയത്. 2020 ജൂലൈയോടുകൂടെ 73.34% OS യൂസേഴ്സും വിൻഡോസ് 10 യൂസ് ചെയ്യുമെന്നാണ് കമ്പനി കണക്കാക്കിയിരുന്നത്. അതുപോലെ ചൈനയടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് വിൻഡോസ് 10 മാറുമെന്നും കമ്പനി പ്രതീക്ഷിക്കുന്നു. അൽ മീസാത്ത് ഓഫ് വിൻഡോസ് 10, വിൻഡോസ് 10 പ്രത്യേകതകൾ. അപ്പോൾ ഓരോ കമ്പനിയും അതിൻ്റെ OSന് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും കൺസ്യൂമേഴ്സിനെ യൂസേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പുതിയ പ്രത്യേകതകൾ ഓരോ അപ്ഡേറ്റ്സിലും പരിചയപ്പെടുത്തും. അപ്പോൾ നമ്മുടെ മൈക്രോസോഫ്റ്റ് ഒരു നിരന്തരം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ വിൻഡോസ് 10 ലോഞ്ച് ചെയ്ത സമയത്ത് അതിന് ഒരുപാട് പ്രത്യേകതകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഒന്നായി പറയുന്നത് ഇതിലെ സ്റ്റാർട്ട് മെനു ആണ്. വിൻഡോസ് 10 സ്റ്റാർട്ട് മെനു അത് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ യൂസറിന് അത് ഒരുപാട് യൂസ്ഫുൾ ആണ്. അടുത്തത് വിൻഡോസ് 10 ഒരു സിംഗിൾ സ്റ്റോറാണ്. ഈ സ്റ്റോറ് വിൻഡോസ് 10 എല്ലാ ഡിവൈസുകളിലും, സ്മാർട്ട് ഫോണിലും, ടാബ്ലറ്റിലും, അതുപോലെ പേഴ്സണൽ കമ്പ്യൂട്ടറിലും എല്ലാം അവൈലബിൾ ആണ്. അടുത്തത് വിൻഡോസ് 10 ഡെസ്ക്ടോപ്പിൽ നിന്ന് യൂസറിന് ഹോട്ട്മെയിൽ എന്നൊരു പുതിയ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതിലൂടെ നമ്മുടെ സ്റ്റോറിൽ നിന്ന് ഈസി ആയിട്ട് കാര്യങ്ങൾ യൂസ് ചെയ്യാനും ഇഷ്ടമുള്ള ഗെയിംസും പ്രോഗ്രാംസും ഒക്കെ ഡൗൺലോഡ് ചെയ്യാനും വളരെ സേഫായ, വളരെ ഈസിയായ വഴിയിലൂടെ സാധിക്കും. അടുത്ത പ്രത്യേകത വിൻഡോസ് 10 ഡെസ്ക്ടോപ്പുകളിലുള്ള പുതിയ സവിശേഷതകളാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്പ്, സ്നാപ്പ് വ്യൂ പോലത്തെ പുതിയ പ്രത്യേകതകൾ ഈ വിൻഡോസ് 10 ഡെസ്ക്ടോപ്പിനുണ്ട്. അടുത്തത് വിൻഡോസ് 10 അപ്ഡേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം വിൻഡോസ് 10 കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ യൂസറിന് അത് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാനും അപ്ഡേറ്റ്സുകൾ ഡൗൺലോഡ് ചെയ്യാനും ശേഷം അത് മറ്റ് ഡിവൈസുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ സാധിക്കും. അടുത്തത് കൊർട്ടാന എന്നൊരു പേഴ്സണൽ അസിസ്റ്റൻ്റാണ്. ഈ കൊർട്ടാനയിലൂടെ എല്ലാ പേഴ്സണൽ അസിസ്റ്റൻസും ചെയ്യുന്ന പോലെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനും എന്തെങ്കിലും സെർച്ച് ചെയ്യാനുണ്ടെങ്കിൽ സെർച്ച് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഈ പേഴ്സണൽ അസിസ്റ്റൻറ്റിൽ ഉണ്ടാകും. അടുത്തത് വിൻഡോസ് 10 ഓട്ടോമാറ്റിക് റെക്കഗ്നിഷനാണ്. അതായത് യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സിസ്റ്റം ലോഡ് ചെയ്യുന്ന സമയത്ത് യൂസറിന് സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വിൻഡോസ് 10 സാധിക്കും. ഇനി അടുത്തത് ഹൈ പെർഫോമൻസ് ആണ്. എല്ലാ ഗെയിമുകളോടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഹൈ പെർഫോമൻസ് നമ്മുടെ വിൻഡോസ് 10 ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹൈ ഫ്രെയിം റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത പുതിയ ഡിസൈനാണ്. അത് പല പ്രോഗ്രാംസും റീഡിസൈൻ ചെയ്യാനുള്ള സൗകര്യം വിൻഡോസ് 10 പിന്നെ ഫോണിൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇംകാനിയത്തു റിപ്തുൽ ഹാത്തിഫ്. അടുത്തത് കമ്പ്യൂട്ടർ ഡിവൈസുകളുടെ കൂടെ സ്റ്റേബിളായിട്ട് നിൽക്കാനുള്ള കഴിവ് വിൻഡോസ് 10 ഇതിന് പുറമെ ഒരുപാട് അഡീഷണൽ സൗകര്യങ്ങളും ഷോർട്ട് കട്ടുകളും എല്ലാം വിൻഡോസ് 10 അവൈലബിൾ ആണ്. ഇനി ഒരു ഡിവൈസിൽ വിൻഡോസ് 10 റൺ ചെയ്യണമെങ്കിലുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സി പി യുക്ക് മിനിമം 1 GB പ്രോസസ്സർ വേണം. അതുപോലെ 32 ബിറ്റ് കമ്പ്യൂട്ടർ ആണെങ്കിൽ 1 GB റാം വേണം. 64 ബിറ്റ് ആണെങ്കിൽ 2 GB റാമും വേണം. അതുപോലെ ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസ് മിനിമം 20 GB ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു വിൻഡോസ് 10 വർക്ക് ചെയ്യണമെങ്കിലുള്ള ഒരു ഡിവൈസിൻ്റെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഹെഡിങ് അൽ മുക്കവ്വനാത്തുൽ അസാസിയത്തു ലിനാഫിദത്തി വിൻഡോസ് 10. വിൻഡോസ് 10 ബേസിക് എലമെൻറ്റ്സ്. ആദ്യമായിട്ട് ഖായിമത്തു ബദ, സ്റ്റാർട്ട് മെനു. ഇപ്പോൾ വിൻഡോസിൻ്റെ ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സിൽ പെട്ട ഒന്നാണ് നമ്മുടെ സ്റ്റാർട്ട് മെനു. പുതിയ വെർഷൻസുകൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മൈക്രോസോഫ്റ്റ് സ്റ്റാർട്ട് മെനു ഒക്കെ മോഡിഫൈ ചെയ്യാറുണ്ട്. എന്നാൽ വിൻഡോസ് 8 ലോഞ്ച് ചെയ്ത സമയത്ത് ഒരു പുതിയ ടൈപ്പ് സ്റ്റാർട്ട് മെനു ആണ് അവർ കൊണ്ടുവന്നത്. അഥവാ പ്രോഗ്രാം ലിസ്റ്റിന് പകരം കുറച്ച് ടൈൽസാണ് ഇതിലുണ്ടായിരുന്നത്.
ഇതിന് പഴയ സ്റ്റാർട്ട് മെനു ശീലിച്ച യൂസേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വിമർശനങ്ങൾ വന്നപ്പോൾ വിൻഡോസ് 10 പഴയ സ്റ്റാർട്ട് മെനു തന്നെ കൊണ്ടുവന്നു. എന്നാൽ അതിൻ്റെ കൂടെ വിൻഡോസ് 8 ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈൽസും ഉണ്ടായിരുന്നു. ഈ സ്റ്റാർട്ട് മെനുവിൻ്റെ യൂസസ് ആണ് പറയുന്നത്. അപ്പോൾ ബിൻ നെക്കറി ഫൗക്ക സുരിബദ്, നെക്കർ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യാമെന്നാണ് അർത്ഥം, സുർ എന്ന് പറഞ്ഞാൽ ബട്ടൺ. അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സിസ്റ്റത്തിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിൻ്റെ സിമ്പിൾസും ഐക്കൺസും അടങ്ങിയിട്ടുള്ള ഒരു മെനു കാണാൻ സാധിക്കും. ശേഷം ഓൾ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ മുഴുവൻ ആപ്സിൻ്റെയും പേരുകളും കാണാം. സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ 2 വഴികളാണുള്ളത്. ഒന്ന്, വിൻഡോയുടെ ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള വിൻഡോ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തത്, കീബോർഡിൽ കാണുന്ന വിൻഡോ ഐക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. ലോകത്ത് എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്യാമെന്നാണ് അർത്ഥം കേട്ടോ. ഇനി വിൻഡോസ് മെനുവിന് 2 പാർട്സാണുള്ളത്. ഒന്ന് ലെഫ്റ്റ് സൈഡിലാണ്, അത് വിൻഡോസ് 8 മുന്നേ വന്ന വേർഷൻസിലൊക്കെ അവൈലബിൾ ആയിരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റാർട്ട് മെനു ആണ്. രണ്ടാമത്തെ പാർട്ട് റൈറ്റ് സൈഡിലാണ്, അത് ഒരു മെട്രോ ടൈപ്പിലാണ് ഉണ്ടാവുക. വിൻഡോസ് 8 ഉള്ള പോലെ മെട്രോ ടൈപ്പിലാണ് ആ രണ്ടാമത്തെ പാർട്ട് ഉണ്ടാവുക. ഇനി തഖ്സീസു ഖായിമത്തു ബദ ഫി വിൻഡോസ് 10. ഇപ്പോൾ വിൻഡോസ് 10 സ്റ്റാർട്ട് മെനുവിന് ചില പ്രത്യേകതകളുണ്ട്. അതിലൊന്നാമത്തെ പ്രത്യേകത തഗ്യീറു ഹജ്മി ഖായിമത്തി ബദ. സ്റ്റാർട്ട് മെനുവിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ആദ്യം ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അറബിക് ഇൻ്റർഫേസ് ആണെങ്കിൽ ബോട്ടം റൈറ്റ് കോർണറിലാണ് ഇതുണ്ടാവുക. ശേഷം സ്റ്റാർട്ട് മെനുവിൻ്റെ അപ്പർ എഡ്ജിലേക്ക് കേഴ്സർ മൂവ് ചെയ്യുക. അപ്പോൾ കേഴ്സറിന് ഒരു ഡബിൾ ആരോ മാർക്കിൻ്റെ രൂപത്തിലാവും. എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കേഴ്സർ മുകളിലേക്കോ താഴേക്കോ ഡ്രാഗ് ചെയ്താൽ സ്റ്റാർട്ട് മെനുവിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വിൻഡോസ് 10 സ്റ്റാർട്ട് ബട്ടണും അത് മറ്റ് ആപ്ലിക്കേഷൻസിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ചില പ്രത്യേകതകളാണ്. ഫസ്റ്റ് വൺ, ഏതൊരു ആപ്ലിക്കേഷനും നമുക്ക് സ്റ്റാർട്ട് മെനുവിൽ പിൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്പൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി സ്റ്റാർട്ട് മെനുവിൽ പിൻ ചെയ്ത് വെക്കാം. ഇതിനായി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആപ്പ് സെലക്ട് ചെയ്യുക, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പിൻ ടു സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ ആ ആപ്പ് സ്റ്റാർട്ട് മെനുവിൽ പിന്നായിട്ട് കാണാൻ പറ്റും. ഇനി ഇത് അൺപിൻ ചെയ്യാൻ സെയിം ആപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺപിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് വേർഡ്സ് ഉണ്ട്. ഒന്ന്, സാവിയത്ത് എന്ന് പറഞ്ഞാൽ കോർണർ എന്നാണ് അർത്ഥം. ഖായിമത്ത് എന്ന് പറഞ്ഞാൽ മെനു, ലിസ്റ്റ് എന്നും അർത്ഥമുണ്ട്. അതുപോലെ തത്ബീഖ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ, ഇൽഗാ ഉ തസ്ബീഖ് എന്ന് പറഞ്ഞാൽ അൺപിൻ ചെയ്യുക, ഐഖൂനത്ത് എന്ന് പറഞ്ഞാൽ ഐക്കൺ. നെക്സ്റ്റ് വൺ, തഗ്യീറു ഹജ്മിൽ ഐഖൂനത്തി റഈസിയ്യ, മെയിൻ ഐക്കൺസിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ചെയ്യേണ്ടത് ആദ്യം സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ചേഞ്ച് സൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ഐക്കൺസ് എങ്ങനെയാണ് മൂവ് ചെയ്യുക എന്നതാണ് നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്പിൽ ലോങ് ക്ലിക്ക് ചെയ്യുക. ശേഷം സ്യൂട്ടബിളായ ഇടത്തേക്ക് ഐക്കൺ ഡ്രാഗ് ചെയ്യുക. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയാൽ മൗസ് റിലീസ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേർഡ്സ്, നെഖൂർ മുത്തവ്വലൻ എന്ന് പറഞ്ഞാൽ ലോങ് ക്ലിക്ക് ചെയ്യാന്നാണ്, സഹബ് എന്ന് പറഞ്ഞാൽ ഡ്രാഗ്, നഖൽ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാം. നെക്സ്റ്റ്, ജംഉൽ ഐഖൂനത്ത് വദ്ഉഹ ഫി മജ്ലദിൻ ളിംന ഖായിമത്തി ബദ. നമ്മുടെ സ്റ്റാർട്ട് മെനുവിൻ്റെ അകത്ത് ഒരു ഫോൾഡറിലായിട്ട് ഐക്കൺസിനെ ഒരുമിച്ച് വെക്കുക. അപ്പോൾ ഒരേ രൂപത്തിലുള്ള ഐക്കൺസൊക്കെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും. ഇതിനായിട്ട് ചെയ്യേണ്ടത് ഒരു ഐക്കൺമേ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ നമ്മൾ മെർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐക്കണിലേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു പുതിയ ഫോൾഡർ ഫോം ചെയ്യും. ആ ഫോമിൽ നമുക്ക് ആവശ്യമായ ഐക്കൺസൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ സാധിക്കും. ഇനി അടുത്തത് തഗ്യീറു ഇസ്മി ഐഖൂനത്ത് ഖായിമത്തി ബദ ഫി വിൻഡോസ് 10, ചേഞ്ചിങ് നെയിം ഓഫ് ഐക്കൺസ് ഇൻ സ്റ്റാർട്ട് മെനു. ഇതിനു വേണ്ടി നമ്മൾ ഉദ്ദേശിച്ച ആപ്ലിക്കേഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഫോൾഡറിൽ ഈ ആപ്പിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് റീനെയിം ചെയ്യാൻ സാധിക്കും. പിന്നീട് സ്റ്റാർട്ട് മെനുവിൽ ഈ പുതിയ പേരാണ് കാണുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേർഡ്സ്, ഫത്ഹു മൗഖിഅൽ മിലഫ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഫയൽ ലൊക്കേഷൻ, മജ്ലദ് എന്ന് പറഞ്ഞാൽ ഫോൾഡർ. അടുത്തത് ചേഞ്ചിങ് കളർ ഓഫ് സ്റ്റാർട്ട് മെനു ആൻഡ് ടാസ്ക് ബാർ. ശരീഅത്തുൽ മഹാം എന്ന് പറഞ്ഞാൽ ടാസ്ക് ബാർ എന്നാണ്.
ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ആദ്യം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക, ശേഷം പേഴ്സണലൈസേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യുക. ഇത്രയുമാണ് സ്റ്റാർട്ട് മെനുവിനെ കുറിച്ച് പറയാൻ പോകുന്നത് ടാസ്ക് ബാർ ആണ്. ശരീഅത്തുൽ മഹാം ഡെസ്ക്ടോപ്പിൻ്റെ താഴെയായിട്ടാണ് ബൈ ഡിഫോൾട്ട് നമ്മുടെ ടാസ്ക് ബാർ ഉണ്ടാവുക. ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, റീസെൻ്റ്ലി ഓപ്പൺഡ് ആയ ആപ്സിൻ്റെ സിമ്പിൾസ് ഉണ്ട്, അതുപോലെ ബ്രൗസർ പോലെയുള്ള കൂടുതൽ യൂസ് വരുന്ന പ്രോഗ്രാംസിൻ്റെ ബട്ടൺസ് ഉണ്ട്, ടാസ്ക് വ്യൂ ഉണ്ട്, അതുപോലെ സെർച്ചിന് വേണ്ടിയുള്ള ഒരു ടെക്സ്റ്റ് ബോക്സും ഉണ്ട്. ഇനി മൂന്നാമത്തെ എലമെൻറ്റ് അറദുൽ മഹാം, അതായത് ടാസ്ക് വ്യൂ. വിൻഡോസ് 10-ലാണ് ടാസ്ക് വ്യൂ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വിൻഡോസ് 10-ൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി ആയിട്ട് ഇതിനെ കാണാൻ പറ്റും. ഒരു വിർച്വൽ ഡെസ്ക്ടോപ്പ് സിസ്റ്റമായി വരുന്ന ടാസ്ക് ചേഞ്ചിങ് പ്രോഗ്രാമാണിത്. ടാസ്ക് ബാറിലുള്ള ടാസ്ക് വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയോ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുകയോ ചെയ്താൽ ഓപ്പൺ ആയി കിടക്കുന്ന എല്ലാ വിൻഡോസും കാണാൻ പറ്റും. അപ്പോൾ യൂസറിന് ഈസി ആയിട്ട് ഇഷ്ടാനുസരണം വിൻഡോസ് തമ്മിൽ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. 2014 സെപ്റ്റംബർ 30 സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന വിൻഡോസ് 10-ൻ്റെ പ്രസ് മീറ്റിൽ വെച്ചാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രിവ്യൂ നടന്നത്. ഒന്നിലധികം ഡെസ്ക്ടോപ്പ്സ് യൂസ് ചെയ്യാനും ഓരോ ഡെസ്ക്ടോപ്പിലെയും ഓപ്പൺഡ് പ്രോഗ്രാംസ് മാനേജ് ചെയ്യാനും ടാസ്ക് വ്യൂവിലൂടെ സാധിക്കും. ഇനി ഫോർത്ത് വൺ അൽ ഐഖോനാത്ത്, ഐക്കൺസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഡിവൈസിലോ സേവ്ഡ് ഫയൽസിലോ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൻ്റെ പിക്ചറൽ റെപ്രസെൻറ്റേഷനാണ്. ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഓപ്പൺ ആകും. ഇനി ഡെസ്ക്ടോപ്പിൽ ഐക്കൺസ് എങ്ങനെയാണ് ആഡ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ആദ്യമായിട്ട് ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ശേഷം അതിൽ ന്യൂ എന്ന് സെലക്ട് ചെയ്തിട്ട് ഷോർട്ട് കട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം ഉദ്ദേശിച്ച ഫയൽ അല്ലെങ്കിൽ ആപ്പ് ബ്രൗസ് ചെയ്യുക, എന്നിട്ട് ഒരു നെയിം കൊടുക്കുക, ശേഷം ഫിനിഷ് എന്ന് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ആദ്യം നമ്മുടെ OSൻ്റെ ഒരു ഡിഫോൾട്ട് ഇമേജ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ആദ്യം ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പേഴ്സണലൈസ് എന്നത് സെലക്ട് ചെയ്യാം. ശേഷം പേഴ്സണലൈസ് വിൻഡോയിൽ നിന്ന് അവിടെ ഓൾറെഡി അവൈലബിൾ ആയ ഏതെങ്കിലും ഇമേജ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഇമേജ് ബ്രൗസ് എന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഇമേജ് ബ്രൗസ് ചെയ്യുക. ഇനി സിക്സ്ത് എലമെൻറ്റ് വിർച്വൽ ഡെസ്ക്ടോപ്പ്. ഇതും വിൻഡോസ് 10-ൻ്റെ സവിശേഷതയായിട്ട് വരുന്നതാണ്. ഒന്നിലധികം ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യാനുള്ള സൗകര്യമാണ് നമ്മുടെ വിർച്വൽ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിനു വേണ്ടി ചെയ്യേണ്ട സ്റ്റെപ്സ്, ഇതിനു വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ആദ്യം ടാസ്ക് വ്യൂവിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ കീബോർഡിൽ വിൻഡോസ് പ്ലസ് ടാബ് എന്ന് പ്രസ് ചെയ്യാം. ശേഷം ന്യൂ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ മുകൾ ഭാഗത്ത് ഡെസ്ക്ടോപ്പിൻ്റെ സൈഡിലായിട്ട് കാണുന്ന പ്ലസ് എന്ന സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. ഇനി അഡീഷണൽ ഡെസ്ക്ടോപ്പ്സ് ഒഴിവാക്കാൻ വേണ്ടി ഗൂഗിൾ നൗ, സിറിയൊക്കെ പോലെ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു സ്മാർട്ട് ഡിജിറ്റൽ പേഴ്സണൽ അസിസ്റ്റൻ്റാണ് കൊർട്ടാന. ഇതും വിൻഡോസ് 10-ൽ വന്ന പുതിയ ഫെസിലിറ്റിയാണ്. ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ നമ്മൾ ഡിവൈസിനകത്തോ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഡ്യൂട്ടീസൊക്കെ ഒന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഈ കൊർട്ടാനയെ നമുക്ക് കൊർട്ടാന യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സെർച്ച് ബോക്സിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ഉണ്ടാകുന്ന മൈക്രോഫോണിലൂടെ വോയിസ് ടൈപ്പ് ചെയ്യുക. നിലവിൽ കൊർട്ടാനയിൽ ഇംഗ്ലീഷ്, പോർച്ചുഗീസ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ, സ്പാനിഷ്, ചൈനീസ്, ജാപ്പനീസ് എന്നീ ലാംഗ്വേജസൊക്കെ അവൈലബിൾ ആണ്. മൈക്രോസോഫ്റ്റ് സ്പീച്ച് എന്ന ടീമിലൂടെ 2009 കൊർട്ടാന ഡെവലപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ 2015 മെയ് 26 മൈക്രോസോഫ്റ്റ് ഈ കൊർട്ടാന മറ്റ് ക്യാരിയിങ് ഡിവൈസുകളിലും അവൈലബിൾ ആകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ ആൻഡ്രോയിഡിൽ 2015 ജൂലൈയോടുകൂടെ ആൻഡ്രോയിഡിൽ ലോഞ്ച് ചെയ്യാനും സാധിച്ചു.